അടുത്തൊരു ക്വസ്റ്റ്യൻ എഴുതിക്ക്. ഫൈൻഡ് ദ മീൻ ഡീവിയേഷൻ അബൌട്ട് mean of the following data. Find the mean deviation about the mean for the following data. അപ്പൊ നോക്കിക്കേ, മീൻ ഡീവിയേഷൻ അബൌട്ട് മീനാ പറഞ്ഞേക്കണം. അപ്പൊ മീൻ കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇവിടെ എന്താ പറഞ്ഞേക്കണേ? എക്സ്. ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ മാർക്ക് എടുക്കണം എന്ന് വിചാരിച്ചോ. അപ്പൊ 2 മാർക്കുള്ള എത്ര കുട്ടികളുണ്ട്? 2 കുട്ടികളുണ്ട്. 5 മാർക്കുള്ള 8 കുട്ടികളുണ്ട്. അപ്പൊ നമ്പർ ഓഫ് ആൾക്കാരുടെ ഇതാണ് ഇത് കൊടുത്തേക്കണെന്ന് വെച്ചാൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞു തരാം. അല്ലെങ്കിൽ പോട്ടെ 2, ഇപ്പൊ നമ്മള് ഫ്രൂട്ട്സ് എടുക്കണമെങ്കിൽ 2 ഓറഞ്ച് ഉള്ള 2 ആൾക്കാരുണ്ട്. അങ്ങനെ അപ്പൊ ആളുകളുടെ നമ്പർ ആയിരിക്കും ഫ്രീക്വൻസി കൊടുത്തേക്കണത്. സാധാരണ ഒരു ഡാറ്റ മാത്രമാണ് നമ്മൾ എങ്ങനെ മീൻ കണ്ടുപിടിക്കണത്? ഇപ്പൊ ഇതാണ് കുട്ടികളുടെ മാർക്ക് എന്ന് വിചാരിക്കുക. എടാ ശ്രദ്ധിക്കേ, ഇത് മാത്രമാണ് കുട്ടികളുടെ മാർക്ക്. അതിന്റെ മീൻ ഫ്രീക്വൻസി തരാൻ മിണ്ടാണ്ടിരിക്കണം. ഒരു കാര്യം പറയുമ്പോൾ അവിടെ കണ്ട് സംസാരിക്കൊണ്ടിരിക്കണം. ഇത് മാത്രമാണ് മാർക്ക് എന്ന് വിചാരിക്കുക. അപ്പൊ ഇത് മാത്രം തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ മീൻ കണ്ടുപിടിക്കണം? ഇതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് ടോട്ടൽ എത്രയുണ്ട് അത് വെച്ച് ഡിവൈഡ് ചെയ്യും. പക്ഷെ ഇവിടെ FI കൂടി തന്നിട്ടുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? XI FI കണ്ടുപിടിക്കാം. അപ്പൊ XIയും FIയും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ എഴുതാം. എന്നിട്ട് എന്ത് ചെയ്യണം? അതെല്ലാം കൂടി ആഡ് ചെയ്യാം. ആദ്യം മീൻ കണ്ടുപിടിക്കാനാണേ. അപ്പൊ മീനിന്റെ ഇക്വേഷൻ മീൻ ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഓഫ് XI FI ഡിവൈഡഡ് ബൈ സിഗ്മ FI. മീൻ കണ്ടുപിടിച്ച ഡാറ്റയുടെ അതിന് ആദ്യമൊക്കെ മറ്റേ 2-3 പ്രോബ്ലം വെറുതെ ചെയ്തിട്ടുള്ളൂ. ഇതിപ്പോ സ്റ്റാർട്ടിങ്ങാ. എന്ന് ഓൺലൈൻ കയറിയടോ? പക്ഷെ കറണ്ട് പോയാ അവിടെ? FIXA കണ്ടുപിടിക്കാം. FIXA എന്ന് പറയുമ്പോൾ ഇത് 2 മൾട്ടിപ്പിൾ എല്ലാം കണ്ടുപിടിക്കാം. ടോട്ടൽ അതിന്റെ ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ FIകൾ വേണം ആഡ് ചെയ്യാൻ. ഇത് അക്യുറസി ഇമ്പോർട്ടന്റ് ആണ്. ഇത് ചെയ്യുമ്പോ കാൽക്കുലേഷൻ മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉണ്ട്. നിന്റെ അടുത്ത ശരി ജ്യോതിഷിന് കഴിഞ്ഞ എന്തിനാ നീ പ്രെഡിക്റ്റ് ചെയ്യണം? നീ ചെയ്യാൻ അങ്ങട്. X bar അല്ലേടാ 7.5 കിട്ടിയാ? എന്താ ചേട്ടൻ എങ്ങനെ മിണ്ടാണ്ടിരിക്കണ? സമ്മേഷൻ ഓഫ് FIXA കണ്ടുപിടിച്ചതിന് ശേഷം ഇതിന്റെ സമയം എത്രയാണ് കിട്ടിയത്? ഇത് നോക്കിയിട്ടാ നിങ്ങൾ തന്നെത്താനെ ചെയ്യത്. ഇത് 300. അല്ല 7.5. $300. കണ്ടുപിടിച്ചാ?
ഇനി നമ്മളോട് ചോദിച്ചേക്കണം എന്താ മീൻ ഡീവിയേഷൻ അബൌട്ട് മീനാ ചോദിച്ചേക്കണം. അതായത് ഓരോ വാല്യൂലുള്ള എക്സൈക്കുള്ള മീനിൽ നിന്നുള്ള ഡീവിയേഷൻ. ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വ്യത്യാസം അല്ലെ? റെക്കോർഡാവുള്ളൂ. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചേ, നമുക്കിവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? മീൻ ഡീവിയേഷൻ അബൌട്ട് മീനാ കണ്ടുപിടിക്കണം. അതായത് ഓരോ എക്സൈക്കും എക്സ് ബാറിൽ നിന്നുള്ള വ്യത്യാസം, എന്നിട്ട് അത് ആഡ് ചെയ്യണം നമുക്ക്. അപ്പൊ ആദ്യം നമ്മൾ കണ്ടുപിടിക്കാൻ നോക്കിക്കേ, എക്സ് ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എക്സ് ഐ മൈനസ് എക്സ് ബാർ. എന്താണ്? എക്സ് ഐ മൈനസ് എക്സ് ബാർ കണ്ടുപിടിക്കാം. എങ്ങനെ എക്സ് ഐ മൈനസ് എക്സ് ബാർ കണ്ടുപിടിക്കണം? എക്സ് ഐ എന്താ ഇവിടെ 2 അല്ലെ? നമുക്ക് കിട്ടിയ എക്സ് ബാർ എന്താ? 7.5. അപ്പൊ 2 മൈനസ് 7.5 എടുക്കുക, അതിന്റെ മോഡ്ലെസ് എടുക്കാം കേട്ടോ. അങ്ങനെ ഓരോ വാല്യൂസ് കണ്ടുപിടിച്ചേ. ആ ടോട്ടലാണ് നീ പറഞ്ഞത്. ഞാൻ ചോദിക്കാം ഓരോരുത്തരോട്. രണ്ടാമത്തെ വാല്യൂ പറഞ്ഞടാ. എക്സ് ഐ മൈനസ് എക്സ് ബാർ. വിവേക് രണ്ടാമത്തെ വാല്യൂ പറ. എക്സ് ഐ മൈനസ് എക്സ് ബാർ 5, 8, 10. ഇതിന് പറഞ്ഞ എക്സ് ഐ മൈനസ് എക്സ് ബാർ എന്താ? 5 മൈനസ് 7.5. ആ എത്ര? 2.5. ജ്യോതിഷ നെക്സ്റ്റ് വാല്യൂ. ഇവന്റെ പേരെന്തായിരുന്നു? ഫാഹിം അടുത്ത വാല്യൂ പറ. ടോട്ടൽ എടുത്തിട്ടില്ലല്ലോ നമ്മള്. ടോട്ടൽ ശരിയാ. 60, 40, 100 അല്ലെ? പിന്നെ 60, 56, 4 എത്ര കിട്ടും? 60. എടാ ഈ 60, 40, 100. ഈ 56, 4 എന്താ? 60. 160, 160, 60, 160, 60, 300, 220, 40. 220 പ്ലസ് 80, 300. 60, 40, 100. 100ഉം 56ഉം 60ഉം പിന്നെ 60 തന്നെ. അപ്പൊ 160. എടാ ഇത് 300 കിട്ടിയില്ലേടാ നിങ്ങക്ക്? ഇത് ആഡ് ചെയ്തിട്ട് നിനക്കെന്താ കിട്ടാത്തത്? കിളി പറന്ന പോലെ ഇരിക്കണ അവിടെ. ഒന്ന് ആഡ് ചെയ്ത് നോക്ക്. ഇല്ലാടാ, ഒന്നാമത് എനിക്ക് കണ്ണുവേനെടുത്തിട്ട് വേദന സഹിച്ചിട്ട് നിൽക്കണം. അതാണ്. ഇല്ല ഇല്ല പോടാ. ഇനി അടുത്ത് നോക്കിക്കേ. ഇത് പറഞ്ഞേ എക്സ് ബാർ. ഈ വാല്യൂ പറഞ്ഞേ ചോദിച്ചേ. 10 മൈനസ് 2.5. അടുത്തത് അടുത്ത പറ. 4.5. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? എക്സ് ഐ മൈനസ് എക്സ് ബാർ കണ്ടുപിടിച്ചു. ഇനി അടുത്തത് എഫ് ഇൻറ്റു മോഡ്ലെസ് എക്സ് ഐ മൈനസ് എക്സ് ബാർ കണ്ടുപിടിച്ചേ. എന്താ പറയാ? കണ്ണില് കുരു. ശരി, എഫ് ഇൻറ്റു എഫിനാ ഇത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആൻസർ ഇവിടെ ചെയ്താ. ഇനി ഇതെല്ലാം ആഡ് ചെയ്തിട്ട് ടോട്ടൽ കണ്ടുപിടിക്കാം കേട്ടോ. മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ. അപ്പൊ ആദ്യം നമ്മൾ മീൻ കണ്ടുപിടിക്കണം. മീൻ കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ ഫ്രീക്വൻസി ഉണ്ട്, എക്സ് ഐ ഉണ്ട്.
അപ്പോൾ ആദ്യം നമ്മൾ XI×FY ചെയ്യാം. അത് ഏത് എന്നിട്ട് അതിന്റെ സം എടുക്കാം. 300 ഡിവൈഡഡ് ബൈ ഈ ഫ്രീക്വൻസി 14. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 7.5 കിട്ടി മീൻ എന്ന് പറയുന്നത്. മീൻ എന്ന് പറയുന്നത് എന്താ? 7.5. ഇനി 7.5 XI മൈനസ് X ബാർ ചെയ്യാം. അതായത് ഓരോ വാല്യൂനെ 2 മൈനസ് 7.5, 5 മൈനസ് 7.5 അങ്ങനെ എല്ലാം കണ്ടുപിടിച്ച് ഇനി ഇതെല്ലാം കൂടി എന്ത് ചെയ്യാൻ? F കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതാണ് ഇവിടെ എഴുതേണ്ടത്. എന്നിട്ട് അതിന്റെ സം എടുത്തിട്ട് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ N. എന്റെ ഈ നമ്പർ ഓഫ് ഫ്രീക്വൻസി 40. ടോട്ടൽ ചെയ്തപ്പോ എത്ര കിട്ടിയടാ? 2.3 ലാസ്റ്റ് ഫൈനൽ ആൻസർ അല്ലേ? ഇത് 92. ഇനി എക്സസൈസിൽ 13.1 എടുത്ത എല്ലാവരും ഇതുപോലത്തെ ക്വസ്റ്റ്യൻ തന്നെ മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ചെയ്യാം. 5th ക്വസ്റ്റ്യൻ കേട്ടോ. 5th ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യണം. ടെക്സ്റ്റ് ഇല്ല, ആരുടെയും കയ്യിൽ ടെക്സ്റ്റ് ഇല്ല. എന്തിനു വന്നേക്കണേ നിങ്ങൾ? വീട്ടിലിരുന്നോട്ടെ, ഇതിന്റെ കയ്യിലുണ്ട് ഇപ്പൊ. 5th ക്വസ്റ്റ്യൻ കേട്ടോ. ആനന്ദ് ശ്യാമി ഇങ്ങനെ കയറുന്നേ എന്താടാ വേണ്ട. എക്സസൈസ് 13.1 5th ക്വസ്റ്റ്യൻ. വലുതാ ചെറുതല്ലേ? 5. മീൻ ഡീവിയേഷൻ മീൻ കണ്ടുപിടിക്കാം. എന്നിട്ട് അതിന്റെ എക്സൈലുള്ള ഡീവിയേഷൻ കണ്ടുപിടിക്കാം. എക്സൈ നമ്മുടെ ഡാറ്റയിലുള്ള ഇപ്പൊ ചെയ്ത പോലെ തന്നെ മീൻ കണ്ടുപിടിക്കാൻ എന്തായിരുന്നു? XI/FI കണ്ടുപിടിക്കാം. ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ N. X ബാർ മീൻ 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 എടാ വർത്താനം പറയാൻ പുറത്തോട്ട് ഇറക്കി നിർത്തൂട്ടോ അതിനകത്തിന്. X bar is equal to summation of XI/FI by capital N. എന്താ സുഖമല്ലേ വിവേകിന്? അസുഖമല്ല, എന്താ സുഖം? ഇവിടെ നിന്നൊക്കെ കോപ്പി അടിച്ചെങ്കിൽ എഴുതിയാൽ മതിയല്ല. തന്നെ ചെയ്യണം എന്നിട്ടിരുന്ന് ശരിയാണെന്ന് മാത്രം നോക്കിയാൽ മതി. ഇങ്ങോട്ട് ഇതൊക്കെ ഓൺലൈൻ കൂടി പോവല്ലേ. മോഡൽസ് എടുത്തപ്പോ നെഗറ്റീവ് വരിക. പിന്നെ ഫൈനാൻസ് കിട്ടിയാടാ. എടാ നിന്റെ പെടലി വരെടുക്കും. നേരെ ഇരുന്നത് നിനക്ക്
നോക്കിയതുണ്ട്, നിങ്ങൾ ചെയ്തിട്ട് ശരിയാണെന്ന് മാത്രം നോക്കിയാൽ മതി ടിങ്ങാട്. അനിൽ ശ്യാമിനെ മാത്രമേ എനിക്ക് വിശ്വാസമുള്ളൂ. അവൻ ആ ബോർഡിലോട്ട് നോക്കാത്ത, കണ്ണ് കാണാത്തോണ്ടാണെന്ന് അറിയാൻ പാടില്ല. വിവേകിനെ എനിക്ക് വിശ്വാസമില്ല. വിവേകിനെ കണ്ട് ബോർഡിൽ മാത്രം. ഇത് തന്നെ ചെയ്യാൻ പറയുന്നത് നിങ്ങളുടെ കാൽക്കുലേഷൻ സ്പീഡ് വർദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് ഇത് പപ്പ അടിച്ചോണ്ടിരിക്കുമല്ലോ. അക്യുറസിയും പോകും നിങ്ങടെ ചെയ്തു വരുമ്പോ. നിങ്ങൾ നോക്കണ്ട, ശരിയാണെന്ന് മാത്രം നോക്കിയാൽ മതി. ഫൈനാൻസ് മാത്രം ഞാൻ എഴുതിടാട്ടോ, അത് കിട്ടണ്ടെന്ന് നോക്കിയാൽ മതി. ആ ഇക്വേഷൻ നേരത്തെ ഫോർമുല നമ്മൾ നേരത്തെ ചെയ്ത തന്നെ. ഫൈനാൻസിൽ 6.32. എഫ് ദേ മത്തങ്ങ പോലെ എഴുതിയിട്ടൊക്കെ കണ്ടില്ല ഇവിടെ. FI ഇൻറ്റു എന്നാണ് ഫോർമുലയില്. എന്നിട്ട് എന്ത് ചെയ്യണം? ഇക്വേഷൻ, അടുത്ത ഇക്വേഷൻ മീൻ ഡീവിയേഷൻ അബൌട്ട് മീനിലെ ഇക്വേഷൻ സം ഓഫ് FI 6.32. മോഡുലസ്. ഇത് സമ്മേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേ. അതൊക്കെ ചെയ്തോളൂ, നീയൊക്കെ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യും. അതുവരെ നീയൊക്കെ ഇവിടെ നിന്ന് വർത്താനം പറയാം. അതാ ഞാൻ പറഞ്ഞ അവൻ കുറച്ച് സ്ലോവാ. സിക്സ്ത് ക്വസ്റ്റ്യൻ ട്ടാ. ബോർഡിൽ എഴുതിയിടാം. കിട്ടിയാടാ? എത്ര കിട്ടി? ആൻസർ എത്ര കിട്ടിയ? ഡിവൈഡ്. അത് ഡിവൈഡ് ചെയ്ത് നോക്കാൻ.
ഇടയ്ക്ക് അവൻ അങ്ങനെ വിവേക് തന്നെ തന്നെ ചെയ്ത ക്വസ്റ്റ്യൻ ടെക്സ്റ്റിലുണ്ടല്ലോ. നിന്റെ ടെക്സ്റ്റ് എവിടെ? ഇതിന്റെ കുഞ്ഞി ടെസ്റ്റ്, ചെറിയ ടെസ്റ്റ് എവിടെ നിന്റെ? വീട്ടിലൊന്നും ഉണ്ടാവൂല, ബാഗിലുണ്ടാവും. അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ എല്ലാരും പല മൂലക്കാട്ട് ഇരുന്നാ മതിട്ടാ. ആ അപ്പൊ നിങ്ങൾക്ക് തന്നെ ചെയ്യുള്ളൂ. കിട്ടിയാടാ നിനക്ക്? അയ്യടാ ഇങ്ങോട്ട് ഫോൺ എടുത്തേക്ക് അത് വെച്ച് ചെയ്യാൻ നിൽക്കണം. അതിലല്ലേ ഞാൻ പിന്നെ നിനക്ക് കാൽക്കുലേറ്റർ ഇട്ട് ചെയ്താ പോരെന്നോ? അല്ല അല്ല 6.32 ആണ് കഴിഞ്ഞ ഫസ്റ്റ് ആൻസർ. എടാ തന്നെ ചെയ്തേടാ. എല്ലാം കറക്റ്റാ. 25 നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാൻ അറിയാൻ പാടില്ലേ? 25 ഇത് അറിയാൻ പാടില്ലെന്നാ? 6 േടാ അടുത്ത പ്രോബ്ലം ഇട്ട് അത് അവന്മാരതാ ചെയ്യണം. അവനവിടെ ഇരിക്കണേ, ഇവന്മാരൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ്. അവന്മാരാദ്യം ചെയ്ത് കഴിഞ്ഞില്ല, അത് കഴിഞ്ഞിട്ടാണ് നിന്നെ നോക്കി ഇരിക്കണായിരുന്നു. എന്ത് മടിയായിട്ട്? ആ മതിയല്ല മടിയാണ് നിനക്കായത്. ഇതേ ബോർഡിൽ എഴുതിട്ടേക്കണം. ജ്യോതിഷിനെട്ടിയാടാ? എഴുതിട്ടങ്ങനെ ബോർഡിൽ. അനന്തഷാ സമയം തരാം, പിന്നെ ചെയ്താൽ മതി. അടുത്ത നോക്കിയ മീൻ ഡീവിയേഷൻ അബൌട്ട്. അത് കുഴപ്പമില്ല, അവന് സമയം കൊടുത്തോളാം. അവന് മടിയായിട്ടും വളർന്ന് പറഞ്ഞു, അപ്പൊ കുഴപ്പമില്ല. അല്ലേടാ നീ ചെയ്തോളല്ലേ? ഇല്ലില്ല എടാ സമയം പോടാ. അടുത്ത ഹെഡിങ് ഏതൊക്കെ?
മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ. ഇതിപ്പോ മീൻ ഡീവിയേഷൻ അബൌട്ട് മീനാ ചെയ്തത്. ഇനി അടുത്ത ഹെഡിങ് മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ. മീഡിയൻ കണ്ടുപിടിക്കാൻ അറിയോ? ഹെഡിങ് മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ. ആ എഴുതിക്ക്. ക്വസ്റ്റ്യൻ എഴുതല്ലേ നിങ്ങൾ അതിന് മുമ്പ് നോക്കിക്കേ. നമുക്ക് ഈ ഡാറ്റയുടെ മെയിൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യം നമ്മൾ XIF എഴുതുക. ഹ്യൂമിലേറ്റീവ് ഫ്രീക്വൻസി വരുന്നത് മീഡിയൻ കണ്ടുപിടിക്കാം. ഇനി നമ്മൾ ഇതിലാണ് മീഡിയൻ കണ്ടുപിടിക്കാനാണ് ഹ്യൂമിലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുക. എങ്ങനെ? എന്താ ഹ്യൂമിലേറ്റീവ് ഫ്രീക്വൻസി ജ്യോതിഷേ? എല്ലാ ഫ്രീക്വൻസിയും എന്താണ് ആഡ് ചെയ്ത് പോകും. ഹ്യൂമിലേറ്റീവ് ഫ്രീക്വൻസി പറയുമ്പോൾ ആദ്യം 3, പിന്നെ 3+4 ആണ് അടിയിൽ എഴുതാൻ. 3+4 എന്താ 7, പിന്നെ എന്താ 7+5 ഇവിടെ. അങ്ങനെ ഹ്യൂമിലേറ്റീവ് ഫ്രീക്വൻസി എഴുതിക്കാതെ. മനസ്സിലായില്ലേ? ഹ്യൂമിലേറ്റീവ് ഫ്രീക്വൻസി 3 എഴുതി ആദ്യം. ഇനി അടുത്ത ഫ്രീക്വൻസി ആഡ് ചെയ്യും. 3 കൂടി ഈ 4 ആഡ് ചെയ്തിട്ടുള്ളത് 7 എഴുതി. ഇനി 7ന്റെ കൂടെ 5 ആഡ് ചെയ്തിട്ട് ഇവിടെ എഴുതണം. അങ്ങനെ എത്ര കിട്ടി? ഹ്യൂമിലേറ്റീവ് ഫ്രീക്വൻസി നമുക്ക് 30 കിട്ടി അല്ലെ? 30 കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കും 30 ഏത് നമ്പറാ? ഈവൻ നമ്പറാ. അപ്പൊ ഈവൻ നമ്പറിന്റെ ഏറ്റവും മിഡ് പോയിന്റ് ഏതായിരിക്കും വരുന്നത്? അതായത് 13/2 എന്ന് പറയുന്നത് എന്തായിരിക്കും? 15. അപ്പോ 15 എടുക്കുക, തൊട്ടടുത്തുള്ള നമ്പർ എടുക്കാം. അതെന്താ? 15th ടേമും നെക്സ്റ്റ് ടേം ഏതാ? 16th ടേമും. അതേതാ 16th ടേമും 15th ടേമും? ഇതിന്റെ അകത്ത് 15th ടേമും 16th ടേമും ഡിവൈഡഡ് ബൈ 2 ചെയ്യണം മീഡിയൻ കാണാൻ വേണ്ടിട്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ മീഡിയൻ ഈക്വൽ ടു 15th ഒബ്സർവേഷൻ പ്ലസ് 16th ഒബ്സർവേഷൻ. 15th ഒബ്സർവേഷൻ പ്ലസ് ഏത് എന്താണ്? അതായത് നമ്മളിപ്പോ ഏതാ 14 18 മനസ്സിലായില്ല. ഇതാണ് നീ ഉദ്ദേശിച്ചത്? അല്ലല്ല, ഇതിൽ അങ്ങനെയല്ല ചെയ്യണം. നോക്കിക്കേ, നമുക്ക് 13/2 ചെയ്ത് ഇപ്പൊ 15th ഒബ്സർവേഷൻ 16th ഒബ്സർവേഷൻ അല്ല കിട്ടിയത്. ഈ 15th 16th ഒബ്സർവേഷൻ എവിടെയാ കിടക്കണം? ഹ്യൂമിലേറ്റീവ് ഫ്രീക്വൻസിയിൽ എവിടെയാ കിടക്കണം? 15th ഒബ്സർവേഷൻ എന്ന് പറയുന്നത് 12നും 14നും ഇടയ്ക്കല്ലേ വേണ്ടത്? അല്ലെ 14നും 15th ഒബ്സർവേഷൻ എന്ന് പറയുന്നത് 14നും 18നും ഇടയ്ക്ക്. അപ്പൊ ഈ വാല്യൂ വേണം നമ്മൾ എടുക്കാൻ, 13 എന്ന് പറഞ്ഞ വാല്യൂ. 15th ഒബ്സർവേഷന് പകരം നമ്മൾ 13 എടുത്ത്. ഇനി 16th വന്നത് എവിടെ തന്നെ ആയിരിക്കും? ഇതിന്റെ ഇടയിൽ തന്നെ അല്ലേ? അത് നമ്മൾ 13 തന്നെ എടുക്കാം. എന്നിട്ട് 13 + 13/2 എടുക്കാം. അതിന്റെ ആവറേജ് എടുക്കാം. എന്ത്? അതായത് 14ന്റെ താഴെ ഇവിടെ ഇത് ഇത് ഞാൻ പറയാം. നോക്കിക്കേ, നമ്മള് 13 എടുത്ത് 13/2 ചെയ്ത് 13/2 ഈവൻ നമ്പർ ആയതുകൊണ്ടിട്ടാണ് നമ്മൾ അടുത്തും കൂടി എടുക്കുന്നത്. 13/2 ചെയ്തപ്പോ 15th കിട്ടി. എന്താ? 15th ഒബ്സർവേഷനും എടുക്കണം, 16th എടുക്കണം. ഇത് ഈവൻ ഓടാണെങ്കിൽ അങ്ങനെ എടുക്കണം, ഒറ്റ ഒരെണ്ണം കിട്ടുള്ളൂ. ഇനി നമ്മൾ ഇവിടെ നമ്മൾ നോക്കി കഴിയുമ്പോൾ ഹ്യൂമിലേറ്റീവ് ഫ്രീക്വൻസി 15th ടൈം എവിടെയാണ് വരുന്നത്? ഏതിന്റെ ഇടയിലാണ് വരുന്നത്? ഇതിന്റെ ഇടയിലല്ലേ വരുന്നത്? അതിന്റെ താഴെയുള്ള ഇത് XI വേണം എടുക്കാൻ, മുകളിലത്തെ അല്ല താഴെയുള്ളത്. 16നും അത് അതിന്റെ ഇടയിൽ തന്നെ വരുന്നത്. അപ്പൊ അത് തന്നെ എടുക്കണം. അപ്പൊ നമ്മുടെ മീഡിയൻ എന്ന് പറയുന്നത് എന്താ? ഇതിന്റെ ആവറേജ്. അപ്പൊ അതായത് 13 + 13/2 എന്ത് വരും? മീഡിയൻ 26/2. 13 ആണ് നമ്മുടെ എന്ത്? മീഡിയൻ എന്ന് പറയണത്.
ആ 13 മീഡിയൻ. ഇങ്ങനെ വേണം കണ്ടുപിടിക്കാൻ കേട്ടാ. മറ്റേതിൽ നിന്ന് നേരെ മാറിയിട്ടുള്ളതായിരിക്കും ഇനി ഇങ്ങോട്ടേക്ക് ഇങ്ങനെ തന്നെ പഠിക്കുള്ളൂ നമ്മള്. നിങ്ങൾ 10th പഠിച്ച സ്റ്റാറ്റി. മനസ്സിലായോ പറഞ്ഞത്? എന്താ മനസ്സിലാത്ത പറ. 13/2 അതെങ്ങനെ 13/2 15 ആവും? അതായത് നോക്കിക്കേ, ഫ്രീക്വൻസിയുടെ മൊത്തം കൗണ്ട് എത്രയും 30 ഫ്രീക്വൻസിയുടെ കൗണ്ട്. അപ്പൊ ഇതിന്റെ ഏകദേശം നടുക്ക് ഭാഗം കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? /2 ചെയ്യും അല്ലെ? ഈവൻ നമ്പർ ആയതുകൊണ്ടിട്ടാണ് നമ്മൾ 15th ടേം 60. നമ്മളിപ്പോ നോക്കിക്കേ 2 4 6 8 ഇതിന്റെ മീഡിയൻ നമ്മൾ നടുക്കത്തെ 2 വാല്യൂസ് അല്ലേ എടുക്കുള്ളൂ. കാരണം എന്താ? ഇത് എന്തായോണ്ടിട്ടാ? ഈവൻ ആയോണ്ടിട്ട്. അതേസമയം 2 4 6 8 10 ആണെങ്കിൽ കറക്റ്റ് മീഡിയൻ എന്താ വരുള്ളൂ? 6 വരുള്ളൂ. അപ്പൊ 13 ആയതുകൊണ്ടിട്ടാണ് നമ്മൾ /2 ചെയ്തിട്ട് 15th ടേം 16th ടേം എടുത്തത്. മനസ്സിലായ? ഇപ്പൊ മനസ്സിലായ? അങ്ങനെ എടുക്കാൻ പാടില്ല. ഇങ്ങനെയാണ് നമ്മൾ ബേസിക്കലി ചെയ്യാറുള്ളത്. പറ. ഏത് കുറയ്ക്കുന്നോ? പക്ഷേ പക്ഷെ വലിയ പ്രോബ്ലം വരുമ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരുവാടാ. അതാണ് അവർ ഇങ്ങനെ ചെയ്തേക്കണം. മറ്റേതാവുമ്പോഴത്തേക്ക് നിങ്ങൾ എന്തായാലും ഇങ്ങനെ തന്നെ ചെയ്ത് നോക്ക്. ഇങ്ങനെ തന്നെ ടെക്സ്റ്റ് കൊടുത്തേക്കണം. ടെക്സ്റ്റ് ഈ രീതിയിൽ കൊടുത്തേക്കണം. എങ്ങനെ പഠിപ്പിച്ച എടാ ഇനി വലിയ പ്രോബ്ലം ചെയ്യുമ്പോഴാണ് പ്രശ്നം വന്നത്. പിന്നെ അതായത് 13 15 വന്ന് അതായത് മുകളിലുള്ള വാല്യൂ. എന്നാലും നമ്മള് ഇത് തന്നെയല്ലേ വരുള്ളൂ 14ന്റെ താഴെ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. എന്തായാലും നിനക്ക് എങ്ങനെയാണ് പഠിപ്പിച്ചത് ഫാഹിബെ? ബെസ്റ്റ്. ഏട്ടാ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത് ഇങ്ങനെയല്ലേ മീഡിയം കണ്ടുപിടിച്ചത്? അപ്പൊ നിനക്ക് ഉണ്ടായിരുന്നില്ലല്ലോ ഔട്ട് കഴിഞ്ഞ ക്ലാസ്സില്. ആണോ? 10th പഠിച്ച ഓർമ്മയില്ലാത്തവരാണെങ്കിൽ കുഴപ്പമില്ല. എന്തായാലും മീഡിയം കണ്ടുപിടിക്കുക. നിങ്ങൾക്ക് ചെയ്യണ രീതിയിലാണെങ്കിൽ നമുക്ക് നോക്കാം. അടുത്ത പ്രോബ്ലത്തിൽ അങ്ങനെ ചെയ്യുമ്പോൾ സെയിം മീഡിയം തന്നെയാണ് വരുന്നത് നോക്കാം. അപ്പൊ മീഡിയം കണ്ടുപിടിച്ചതിന് ശേഷം മീഡിയം 13 അല്ലേ കിട്ടിയത്. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ xi ആയിട്ട് എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അപ്പൊ കണ്ടുപിടിച്ചു അടുത്തത് xi മൈനസ് എം മീഡിയൻ ആണ്. മോഡുലസ് xi മൈനസ് എം. പിന്നെ അടുത്തതില് fi ഇൻറ്റു മോഡുലസ് xi മൈനസ് എം കണ്ടുപിടിക്കാം. മുമ്പത്തെ പോലെ തന്നെ. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഏത് ചാപ്റ്റർ? പറ്റി പ്രോബബിലിറ്റി ആണോ? മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറയുമ്പോഴത്തേക്കും രണ്ടും തമ്മിലൊരു ബന്ധമില്ലാത്തല്ലേ? ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ളത് അല്ലല്ല. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഉണ്ട്. എന്താ വേറൊരെണ്ണം കൂടി ഉണ്ടല്ലോ, എക്സ്പോസിറ്റീവ്. എവിടെ ഇതുണ്ടാ? ഞാൻ നോക്കിയിട്ടില്ല. അത് നോട്ടുണ്ടോ അതിൻ്റെ? ഏതാ ചാപ്റ്റർ? പ്രോബബിലിറ്റി അല്ലേ? ഇതുമായിട്ടൊരു ബന്ധമില്ലാത്ത കാര്യമല്ല നീ ഇപ്പൊ ചോദിച്ചത്. എയും ബിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി എന്തായിരിക്കും? നള്ളായിരിക്കും, നൾ സെറ്റ് ആയിരിക്കും. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ അതായത് ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ നൾ സെറ്റ്, അതായത് ഇൻഡിപെൻഡന്റ് ആണെന്ന്, തമ്മിലൊരു ബന്ധം ഇല്ലാന്ന്. എന്താ അതെന്താ നീ ഇവിടെ ചോദിച്ചോ? എന്ത് എടാ എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ എക്സ്ക്ലൂസീവ് ആണെങ്കിൽ ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ നൾ സെറ്റ് ആയിരിക്കും. അതായത് കോമൺ ആയിട്ട് അവർക്ക് ഒന്നുമില്ല. എക്സ്ക്ലൂസീവ് ഉണ്ട്, പിന്നെ വേറെ ഒന്നുമില്ലല്ലോ.
ഹോംവർക്ക് എടുത്തിട്ടില്ലല്ലോ അതിനത് ക്ലാസ്സിൽ. ഇത് ചെയ്തേ കണ്ടുപിടിക്കുന്നത്. അതാണ് 13. മീഡിയൻ ഈക്വൽ ടു 13. മറ്റേത് എഴുതി വെക്കണമെങ്കിൽ എഴുതി വെച്ചോ. ചെയ്യടാ. എത്ര കിട്ടിയ ആൻസർ? ഫോർ 4.9 ആണോ കിട്ടിയത്? 4.9. അടുത്ത ടെക്സ്റ്റില് എടാ കഴിഞ്ഞാ ഫാഹിദ് ചെയ്താ? മുഖം കണ്ടാലേ ചെയ്തിട്ടില്ലത്. എവിടെ ഫൈനൽ വാല്യൂ എവിടെ? അടുത്ത 7th ക്വസ്റ്റ്യൻ ടെക്സ്റ്റില് എക്സൈസ് 13.1 7th ക്വസ്റ്റ്യൻ കേട്ടാ. ഇപ്പൊ ഇവൻ പറഞ്ഞ പോലെ തന്നെ മീഡിയം കണ്ടുപിടിക്കാൻ ഡിവൈഡഡ് ബൈ 2 ചെയ്യാം. 2 ചെയ്യുമ്പോൾ നമുക്ക് 15 കിട്ടണമെങ്കിൽ എന്തെടുക്കണം? അതിന് തൊട്ടടുത്തുള്ള വാല്യൂ, അത് കഴിഞ്ഞിട്ടുള്ള തൊട്ട് ജസ്റ്റ് അടുത്ത് വരുന്ന വാല്യൂ എടുക്കാം. അതിന് ഇപ്പൊ നോക്കിക്കേ, നമുക്ക് 13/2 എന്താ കിട്ടിയത്? 15 കിട്ടിയത് അല്ലെ? അപ്പൊ 15 അവിടെ ഉള്ളത് ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസിയില് 14 കഴിഞ്ഞിട്ടാ 50 വരുന്നത്. അപ്പൊ തൊട്ട് അടുത്തുള്ളത്, അതായത് 14 കഴിഞ്ഞിട്ടല്ലേ വരുന്നത്. അപ്പൊ ഇത് എടുക്കാം. 18ന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ഏതാ? 13 ആണ് മീഡിയം. മീഡിയന്റെ
summation of fi into xi minus x capital N divided by n. അത് n by 2th term plus n plus 1 by n plus 1 n by 2 plus 1th term divided by 2. ഇതിന്റെ രീതിയിൽ ഇങ്ങനെ തന്നെയാണ് പഠിക്കുന്നത് ഹ്യൂമിലേറ്റീവ് സീക്വൻസ് വെച്ചിട്ടാ. 13 നമ്മൾ ഡിവൈഡഡ് ബൈ 2 ചെയ്തിട്ട് ഏത് നടുക്കുള്ള വാല്യൂ ആയിരിക്കുമല്ലോ ഏകദേശം. ആ നടുക്കുള്ളത് കൊണ്ടിട്ടാണ് പകുതി ഈക്വൽ ആക്കി മാറ്റിയതാണ് നമ്മൾ ഡിവൈഡഡ് ബൈ 2 ചെയ്ത്. മിഡ് ടേം നടുക്കത്തെ രണ്ട് വാല്യൂകളുടെ ആവറേജ്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേ 7th ക്വസ്റ്റ്യൻ ചെയ്യടാ. 13.1 7th ക്വസ്റ്റ്യൻ. ഒരാൾ ആദ്യം പോകും. നിനക്ക് വെള്ളം കുടിക്കണം എന്നാ നീ പോ. നീ എവിടെ ഇരി അവനല്ല ആദ്യം ചോദിച്ചത്. ചെയ്യ് 7th one 13.1 7th one. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ചെയ്തു. ഇപ്പൊ 2 ചെയ്തപ്പോ തന്നെ മടി. ചെയ്തോ. മോഡലേക്ക് 2 ക്വസ്റ്റ്യൻ. വിവേക് കണ്ടുപിടിക്കൂട്ടെ ഇതിന്റെ മീഡിയൻ. വന്നേ വാ, മീഡിയൻ കണ്ടുപിടിക്കും. തെറ്റാ. മീഡിയൻ ആരും പറയണ്ടത് ഇവൻ കണ്ടുപിടിക്കും. കഴിഞ്ഞവരും കൊണ്ടോ ഹ്യൂമിലേറ്റീവ് ഫ്രീക്വൻസിയിൽ നോക്കണം. വേണ്ട 13 ഇവിടെ നോക്ക്. 13 തൊട്ട് ഇതിന് താഴെയല്ലേ വേണ്ട, അതിന് തൊട്ട് മുമ്പിലുള്ള കണ്ടുപിടിക്കും. ഹ്യൂമിലേറ്റീവ് ഫ്രീക്വൻസിയാ കണ്ടുപിടിച്ച് 26/2 ചെയ്. ചെയ്യടാ. അതല്ലേ ഹ്യൂമിലേറ്റീവ് ഫ്രീക്വൻസി ആഡ് ചെയ്തപ്പോ കിട്ടിയത്. അതിന് 2 ചെയ്യും. 26/2 എന്താ? 13 എവിടെ വരും? 13 തൊട്ട് മുമ്പുള്ളത് ഏത് ഹ്യൂമിലേറ്റീവ് ഫ്രീക്വൻസി? അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് ഏതാ? 7. അതാണ് മീഡിയൻ. മനസ്സിലായ? ഇനി മീഡിയൻ ഈക്വൽ ടു ക്യാപിറ്റൽ M ഈക്വൽ ടു 7 ചെയ്തിട്ട് പോയിക്കോ. 7. ഇനി ബാക്കിയെല്ലാം ചെയ്യാവുന്നുള്ളൂ. പോയിക്കോ.
ബാക്കിയുള്ളതോ പോയിന്റ് ഉള്ള സാധനം വന്നേക്കണം. പോയിന്റ് ആര് പറയാപ്പ? പോയിന്റ് ഉണ്ട്. പോയിന്റ് പറഞ്ഞില്ലെങ്കിൽ തെറ്റൂട്ടാ. കിട്ടിയാ? ചെയ്യടാ. നമ്മുടെ ലാസ്റ്റ് എക്സൈസ് 7 അല്ല. അടുത്ത ക്വസ്റ്റ്യൻ കൂടി ചെയ്തോ. തെറ്റാ. നിങ്ങൾ ഇത്തിരി വൈകി ചെയ്താലും കുഴപ്പമില്ല, പക്ഷെ തെറ്റരുത് ആൻസർ. അവന്മാര് ചെയ്ത് കഴിഞ്ഞ് ഇനി അറിയാനുള്ള നിങ്ങൾ ചെയ്തോട്ടെ. അവന്മാര് ചെയ്തോട്ടെ. അവൻ ചെയ്ത് കഴിഞ്ഞ്. വിവേക് ഫ്രണ്ടി വന്നിരിക്കടാ. ഫുൾ എഴുതുന്നതിന് മാർക്ക് ഉണ്ട് കേട്ടാ. പോയിന്റ് ആയിട്ടുള്ള മാർക്കാണ്. 2 ഡെസിമൽ പോയിന്റ് കറക്റ്റ് ആയിരിക്കണം. ഡിവൈഡ് 25 വെച്ച് ഡിവൈഡ് ചെയ്യാത്ത അറിയാത്ത ആൾക്കാരുണ്ട് ഇവിടെ. നീയല്ല അവൻ. അടുത്ത ദിവസം ചെയ്തേ. ജ്യോതിഷിന് ആനന്ദശ്യാമിന് മതിയായിട്ടും പാടില്ലല്ലേ? മതിയായിട്ടും പാടില്ലല്ലേ? ചെയ്ത് നീയൊക്കെ തഴപ്പിക്കണം. അതിനാണ് ചെയ്യടാ. എടാ ചെയ്യടാ. ഇവിടെ വന്നിട്ടല്ലേ ചെയ്യാറുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ എഴുതണ ബോർഡിലേക്ക്. വേണ്ടല്ലോ, തന്നെ എഴുതിക്കോളല്ലോ. ചെയ്യടാ. എഴുതല്ലേ. ആ അല്ല. ഡിവൈഡ് ചെയ്തപ്പോ എത്ര കിട്ടിയ? 14.5 ആണ് കിട്ടിയ. നമുക്ക് എന്ത് കിട്ടണം? അതിന് തൊട്ട് മേലുള്ളത് എവിടെ നോക്കാം. ആ 14.5. അപ്പൊ ഹ്യൂമിഡിറ്റി ഫ്രീക്വൻസിൽ അവിടെ CF എടുത്താ? CF നോക്കണം മണ്ടന്മാരെ.
സി നോക്കിക്കേ 14.5 ഡിവൈഡ് ചെയ്തപ്പോ കിട്ടിയത്. അതിന് തൊട്ട് മുമ്പിൽ എവിടെ വന്ന വാല്യൂ 14 വരുള്ളൂ. 14 കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് 27. അതിന് താഴെയുള്ള വരുള്ളൂ. അതായത് നോക്കിയാൽ മതി 14.5 അല്ലേ തൊട്ടി താഴെയുള്ളത്. M30. 14.5 ഇതിന്റെ ഇടയിലാണ് വരുന്നത്. ഏതിന്റെ ഇടയിൽ വരും നോക്കിയാൽ മതി. അതിന്റെ ഇവിടെ വരുന്നത് 13 ആണ് മീഡിയൻ. മീഡിയൻ മാറിപ്പോയാൽ മൊത്തം തെറ്റൂട്ടാ. പിന്നെ ചെയ്യണം മൊത്തം വെറുതെ. ഫൈവ് പോയിന്റ് വൺ. സമയത്ത് റേറ്റ് 148 ഡിവൈഡഡ് ബൈ 29. 38 30 എങ്ങനെ തലക്കിട്ടാൻ കൂട്ടും. ആരടാ ചെയ്താ? കഴിഞ്ഞാടാ. അപ്പൊ നമ്മളിപ്പോ പഠിച്ചെന്താ? മീൻ ഡീവിയേഷൻ അബൌട്ട് മീനും കണ്ടുപിടിക്കാൻ പഠിച്ച് മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയനും കിട്ടി. അത് നമ്മളിപ്പോ സാധാരണ ഡാറ്റയില കണ്ടുപിടിച്ചത്. ഇനി നമ്മള് ഗ്രൂപ്പിഡ് ഡാറ്റ എന്ന് പറഞ്ഞിട്ട്, അതായത് 10 to 20, 20 to 30 ആ ഒരു സംഭവം ഇല്ലേ, അതില് കണ്ടുപിടിക്കാൻ പോണേ. അപ്പൊ അടുത്തൊരു ഹെഡിങ് ആയിരിക്കേ, അടുത്ത ഹെഡിങ് ആയിരിക്കും മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ഓഫ് കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. Mean deviation about the mean of continuous frequency distribution. Mean deviation about the mean of continuous frequency distribution. Mean deviation about the mean of continuous frequency distribution. അപ്പൊ ഇതിലെ എക്സൈയുടെ പ്രത്യേകത എന്തായിരിക്കുള്ളൂ? കണ്ടിന്യൂസ് ആയിട്ടുള്ള വാല്യൂസ് ആയിരിക്കും തന്നേക്കണം. അപ്പൊ എനിക്ക് ഒരു പ്രോബ്ലം സെറ്റ് ചെയ്യാം. എക്സൈ ഇതില് മാർക്കാണ് കൊടുത്തേക്കണം. ടെൻ to 20 frequency 2, അപ്പൊ
നോക്കിയാൽ നമ്മൾ ഇവിടെ എക്സ് ഐ ഒരു സ്പെസിഫിക് അല്ല, കണ്ടിന്യൂസ് ആക്കിയാണ് തന്നേക്കണം അല്ലെ. അപ്പൊ സ്പെസിഫിക് എക്സ് ഐ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിന്റെ നടുക്കുള്ള മിഡ് പോയിന്റ് ആയിരിക്കുള്ളൂ. അപ്പൊ എക്സ് ഐ ഈസ് ഈക്വൽ ടു എന്ത് വരും? മിഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണോടാ? 10 + 20 ഡിവൈഡ് ബൈ 2 ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? 15. ആ നടുക്കുള്ളത് ഇതെന്താ? 25, 35 എക്സ് ഐ. ഇനി പഴയതുപോലെ തന്നെ കണ്ടുപിടിക്കാം. മീൻ കണ്ടുപിടിക്കാം, മീഡിയം കണ്ടുപിടിക്കാം, അല്ല മീൻ കണ്ടുപിടിക്കാം, മീൻ ഡീവിയേഷൻ കണ്ടുപിടിക്കാം. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ. അനന്തശാമത്തെ കിളിപോയിരിക്കണം. അനന്തശാമിന്റെ മുഖം നോക്കിയാണ് എല്ലാരും. എന്താ പറഞ്ഞ ഓ ഇഷ്ടവും പറ്റിയ സ്വഭാവവും. എക്സ് ഐ കണ്ടുപിടിക്കുക, എഫ് ഐ എക്സ് ഐ കണ്ടുപിടിക്കുക. പിന്നെ അടുത്തെന്താ? മോഡ്ലെസ്. എഫ് ഐ എക്സ് ഐ എന്തിനാ കണ്ടുപിടിക്കണ മനസ്സേ? അല്ല അത് എന്തിനാ കണ്ടുപിടിക്കണ? ആ എഴുതണ്ടല്ലോ ആൻസർ. പിന്നെ മീൻ കണ്ടുപിടിക്കണ്ടേ? മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ അല്ലേ? മീനല്ലേ കണ്ടുപിടിക്കണ്ട? എക്സ് ഐ എങ്ങനെ കണ്ടുപിടിക്കും? എക്സ് ഐ അല്ല ഇപ്പൊ മിഡ് പോയിന്റ് എടുത്ത് കണ്ടുപിടിച്ചത്. എക്സ് ഐ അല്ലേടാ ഈ മിഡ് പോയിന്റ് നമ്പടാ. എഫ് ഐ എക്സ് ഐ ബൈ എന്താണ്? എഫ് ഐ ആണ് എക്സ് ബാർ. ഏതാ? ഏതാ എക്സ് ഐ? ഇതിന്റെ മിഡ് പോയിന്റ് 10ന്റെ 20ന്റെ നടുക്കുള്ളത് 15. ആ 10 + 20/2. ഡെസിബിൾ എന്നത് അങ്ങനെ തന്നെ എഴുതണം. One plot setita. എന്താ കിട്ടിയത്? 45 ആണ് കിട്ടിയത് എക്സ് ബാർ. അതന്നെ 1800. എഫ് ഐയുടെ വാല്യൂ 40 ഡിവൈഡ് 40. ആ ഇനി കണ്ടുപിടിച്ച മെയിൻ ഡീവിയേഷൻ അബൌട്ട് മീൻ. അല്ലല്ല 45. എടാ എക്സ് ഐ ഇല്ലേ വേണ്ടേ?